ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രാഗോസിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടുതൽ ഇൻട്രോ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. നമ്മുടെ സർവറിൽ സ്പോണിൽ 2 വ്യക്തികൾ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. മാവേലിയും ക്രിസ്മസ് അപ്പൂപ്പനും എത്തിയിട്ടുണ്ട്. മാവേലിക്ക് ഇപ്പോഴാണ് ബസ് എത്തിയത്. ക്രിസ്മസ് അപ്പൂപ്പൻ ഡിസംബറിൽ എത്തി ഗൈസ്. ചൂടെടുത്ത് ഒരുക്കുന്നു. ഫാനില്ല ഗൈസ്. ഓക്കെ ഗൈസ്, സ്പോണിലുണ്ടെന്ന് പറഞ്ഞു. സ്പോണിൽ എവിടെയാണ്? ശബ്ദം കേട്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ സാറില്ല. എടാ, എൻ്റെ മൊത്തം പുതിയ സബ്സ്ക്രൈബേഴ്സാടാ, അന്നൊന്നും അറിയില്ലടാ. യെസ്, അറിയില്ല. അതിനാ വേട്ടാവളിയാണ്. സോറി, മൈൻഡ് യുവർ വേർഡ്സ്. ഒന്ന് ഉറങ്ങ് ഉറങ്ങ്. ബെഡല്ലേ ഉള്ളത്? എൻ്റെ കയ്യിലല്ലേ ബെഡുള്ളത് ഗൈസ്. അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇത് മാമൻ, ഇത് മൈൻ മാമൻ. ആ സാറിന് അർത്ഥമില്ല, അത് വെട്ടിക്കളയാം. പിന്നെ മേലെയാണ് അത് സർവറിലൊരു പുരാവസ്തു സ്റ്റീവ് പ്ലേസ്. ഇത് പോയിട്ട് 5-6 മാസമായി അല്ലേ? 5-6 മാസോ? വർഷങ്ങളായിന്ന് പറ. സോറി, സർവർ ഇല്ലല്ല, നമുക്ക് തോന്നിയത് സർവർ തുടങ്ങി. അതെന്താ അതിന്റെ ഇടയിലൊരു ശബ്ദോ? സ്റ്റീവ് നാശായി ഗൈസ്. അടി മമ്മള്. എടാ ഉറങ്ങടാ. സ്റ്റീവ് കോളേജിൽ പോയിട്ട് മോശപ്പെട്ട ചക്കരായി. ഇപ്പൊ വായുത്തൊക്കെ വരുന്നറിയോ? ഇതൊന്നും അല്ല ഗൈസ്, ഇതിനപ്പുറാണ്. എടാ റെക്കോർഡ് ചെയ്യടാ, ഒതുങ്ങിയിരിക്ക്. പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല. 2 പുരാവസ്തുക്കളെ കിട്ടിയപ്പോ ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. തുരുമ്പിടിച്ചിങ്ങനെ 2. ഒന്ന് തന്തപ്പിടിയാണ്. അടാ അതറ പാൻറ്റുമെന്ന് തുരുമ്പിറങ്ങിയിരിക്കും. ഇരുമ്പാണ്. മേലെ കയറാം. മേലെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, അവിടെ ഇരിക്കാം. അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നോടത്ത് ഇരിക്കാം. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. സ്റ്റീവ് ഇത് ഞാൻ കാണിച്ചല്ലോ. ഇങ്ങോ. എടാ ഒതുങ്ങി സംസാരിക്കടാ. ഞാനല്ല. ഇവന്മാരെ ശബ്ദം കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ വെറുതെ. ഇതിന്റെ എടാ മാമ മറ്റേ ഇതിന്റെ ഉള്ളിലേക്ക് പോയോ? എന്ത് റെസ്പെക്റ്റാ നോക്ക്. എടാ മാമ ഇരുന്നു. ആ ഈ മാവേലി ഓണത്തിന് വന്നിരുന്നല്ലോ അല്ലേ? നീ ഉണ്ടായിരുന്നില്ല, സ്റ്റീവ് ഉണ്ടായിരുന്നു. എവിടെ ഇയാളെവിടെ? നിങ്ങള് അതെന്റെ സീറ്റ് ഡ്രാഗോക്സ്. അത് ശരിയാവൂല. ഇതൊന്നും കയറാനും പറ്റാത്ത. ഇപ്പൊ 2 കുട്ടികൾ പാലും കുപ്പിക്ക് വേണ്ടി അടി ഉണ്ടാക്കണ കാണാം. എന്റെ സീറ്റിൽ കയറിയിരിക്കുന്ന പറട്ടെ. മൂത്തോരിൽ നിന്ന് തുടങ്ങാം. ഞാൻ പറയാം. സംഭവം എന്താ വെച്ചാ, ഞാന് ഒരു സന്യാസത്തിലായിരുന്നു.
ആ ആ ആ ആ ആ ആ. സന്യാസ ജീവിതം നയിക്കാൻ വേണ്ടിട്ട് മല കയറി പോയി കാശ്മീർക്ക്. ആ. അപ്പൊ വയനാട് പോയപ്പോ അവിടെ ചേരോ? ഒരു കുട്ടീനെ കണ്ട് കല്യാണം കഴിഞ്ഞു. അപ്പൊ കുട്ടീനെ കയറ്റി വന്ന് എത്ര കുട്ടികളായി? അതേത് കുട്ടിയോട് സന്യാസം മുടങ്ങി. കോപ്പിറൈറ്റ് അടിക്കില്ലല്ലോ. നാടുണ്ടോ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തില് മുടങ്ങിപ്പോയി. അത് ഒരു ഏതോ പെണ്ണിനെ കണ്ടപ്പോ പെണ്ണിന്റെ മറിയ ഒളിപ്പിച്ചു കൊടുത്തു. അത് മാമൻ പഠിപ്പിച്ച ഈ തന്തപ്പടിയാണ് ഇന്നെ നാശാക്കിയ സത്യം പറഞ്ഞ. കള്ളതായേ ഏ പൊട്ടിക്കല്ലേ ആറുള്ളത് പൊട്ടിച്ചേ. ഗൈസ്. ഇയാളൊരു വേട്ട ഇതൊരു വേട്ട മുഖത്ത് നോക്കി പറയാന്ന് തോന്നരുത്. ഒരു വേട്ടാവളിയനാണ് ഗൈസ്. അതെ, അയാള് മറ്റേ ഇതിനെ കൊന്നു. അയാൾ മറ്റേ സാധനത്തിനെ കൊന്നു. എന്താണ് അതിന്റെ പേര്? ആൻമേരിനെ കൊന്നു ഗൈസ്. ആൻമേരിനെ കൊന്നു. അതെ അതെ, അത് ഞാൻ സന്യാസം കഴിഞ്ഞപ്പോ വന്നപ്പോ കേട്ട്. അത് അതില് നടപടി എടുക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഇതില് വിശ്വാസം ഉണ്ടാവില്ല. റൂൾസ് ഒക്കെ ഞാൻ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. അതോ കണ്ട ഗൈസ്. ഇതൊന്നും ആരും കാണാതെ പോകരുത്. എന്റെ എന്നെ അടിച്ചിട്ടു. എനിക്ക് നീതി വേണം. ഇതാ ആൻമേരിയുടെ ഇറച്ചിന്റെ കയ്യിലുണ്ട് ഗൈസ്. ഇത് ആൻമേരിയുടെ അതാ നരഭോജിക്ക് കൊടുക്കരുത്, ഓനെ തിന്നും ചിലപ്പോ. എന്നോട് കുക്ക് ചെയ്ത് തരുമോ ചോദിച്ചതാ. കിട്ടാന്ന് കുക്ക് ചെയ്ത് തരുമോ ചോദിച്ചു. എനിക്ക് നീതി വേണം. ഞാൻ കാര്യം പറയണേ. എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഞാൻ അവിടെ കത്തിക്കും, നിന്ന് കത്തും. കത്തണ്ടി വരും നീ. അഗ്നിയുക കൊണ്ട് മൂടും, ചോര കൊണ്ട് കുളിപ്പിക്കും. ഇവിടെ കോടതി ഉണ്ട്. ഇങ്ങ് വാ, കോടതി നമുക്ക് ഉണ്ടാക്കാം. ബാ, നിയമം ഉണ്ടാക്കാം. അല്ല എല്ലായിടത്തും ആദ്യം പോയിരുന്നോ കേട്ടാ. മാമനെ ഞാൻ മണ്ണ് കൊണ്ട് മൂടും. നോക്കിക്കോ. അവിടെ ഇരുന്നോ. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ഈ മാമൻ അവസാനത്തെ എന്താണ് കേസ്? എന്താണ് കേസ്? എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. സെർവറിൽ അവസാനത്തെ വീഡിയോ ആവുമെന്നൊരു ഡൗട്ട് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ ആക്കും. അങ്ങോ ഉള്ളി കയറി. വാ, മാമൻ എനിക്ക് കാര്യം പറയണം. ഫൈറ്റ് പാടില്ല കേട്ടാ. ഫൈറ്റ് പാടില്ല. ഇവിടെ ഇരിക്കാൻ പാടില്ല. പോ, ഇത് ജഡ്ജിന്റെ ഏരിയ. പോ. ഇല്ല, നീ പോണ്ടേ. നിങ്ങൾ രണ്ടാളും പ്രതിയാണ്. പുറത്ത് അവിടെ ഇരിക്കും. ഞാൻ ഇവിടെ പ്രതികൾ അവിടെ. ഇല്ല, പ്രതിക്കൂട്ടിൽ ഇറങ്ങിന്നോ, മര്യാദക്ക് ഇങ്ങോട്ട് ഇറങ്ങിന്നോ. അങ്ങനെ പറഞ്ഞൂടാ. ലെഫ്റ്റ് സൈഡില് മാമൻ നിക്കണം, റൈറ്റ് സൈഡില് ഞാനും നിക്കണം. പ്രതി ലെഫ്റ്റ് സൈഡില് നിക്കണ്ടേ. ഓ ഇല്ല, റൈറ്റ് സൈഡിൽ ഞാൻ നിൽക്കും. വാദം തുടങ്ങട്ടെ. ഞാൻ 3-4 മാസങ്ങൾക്ക് ശേഷം ഒരു വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട അവിടെ പോയി നിന്ന് പറ. എന്റെ ചെറിയ വന്നിരിക്കല്ലേ, എന്റെ മടി കയറിയിരിക്കുക. അവിടെ പോയിക്കടാ, ഇറങ്ങിക്കടാ. അപ്പൊ എന്റെ ആൻമാരിനെ കൊന്നവരോടൊക്കെ പകരം പെട്ടണം. അത് ഒന്നെങ്കിൽ കോടതി നടപ്പിലാക്കണം, അല്ലെങ്കിൽ ഞാൻ നടപ്പിലാക്കണം. മാമനെ തെളിവുണ്ടോ? വെയിറ്റ്. തെളിവ് ഞാനാണ്. ഞാൻ കണ്ടു മാമൻ കൊല്ലട. അത് മതി. അപ്രൂവൽ. മാമനെ കൊന്നോ. പക്ഷെ മറ്റേ കത്തില്ല. ഏയ് ഇതിന്റെ ഉള്ളിൽ പാടില്ല. അപ്പൊ മാമന് വീണ്ടും ഔട്ടാക്കും. മാമനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു. മാമനെ തൂക്കിക്കൊല്ല. സെർവറിൽ പലതും കാണിക്കാൻ പറ്റാത്തതുണ്ട്. സോ അങ്ങനെയല്ല, ബിൽഡുകൾ അപ്ഡേറ്റ്സ് ഉണ്ട്. അപ്പൊ അതൊക്കറിയാം. ഇജ്ജ് അങ്ങോട്ടേ പോകുന്നൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഏരിയക്കൊന്നും പോകുന്നില്ല. ആ താറാവിടില്ലടോ. വേറൊരു കാര്യം, മാമനെ ഉടുതുണിയില്ലാണ്ട്
ടൗണിൽ കൂടെ നടത്തണം. ആ അല്ലേലും ഇടാതെ ഓക്കേ, പോകണം. ഓക്കേ. അതിപ്പോ ഞാൻ ഇട്ടുകൊടുത്തതാ. ഇതാ, ഞാൻ ഇപ്പൊ ഇട്ടുകൊടുത്തതാണ്. ഞാൻ പ്രായത്തിന് മൂത്ത ആളായോണ്ട് അതില് ഞാൻ അങ്ങനെ ഒന്നും പറയണില്ല. അത് പറ്റില്ലടാ. അതൊക്കെ അത് ഒന്നര വയസ്സിന് മൂത്ത ഒരാളുള്ളൂ. അതെന്താ പറ്റാത്ത? ഒന്നും ഇല്ലാത്തോണ്ടാണോ? വീഡിയോ മാറും. അത് നിന്നല്ലോടാ ഇതിനകത്ത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിക്കാണ്. വീഡിയോ ഇനിയും ലെങ്ത് ഉണ്ട്. സോ നമുക്ക് എന്തായാലും ഇത് പാർട്ട് 1 ആക്കാം. ആൻഡ് അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും. ഇതിൻ്റെ തന്നെ പാർട്ട് 2 ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ഗൈസ്. പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നുമില്ല. ബൈ.